നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദിൻ നബവിയിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബത്തെ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ എല്ലാവരുമല്ല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട് സ്വഹാബാ. ആ സ്വഭാവത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണേ സ്വഹാബാ. ഏത് സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ്, എല്ലാ സ്നേഹബന്ധങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് സ്വഹാബാ. ഒരു സ്നേഹത്തിന്റെ ജീവിതം ആ സ്വഭാവമുള്ളവർക്ക് അല്ലാഹു നൽകൂല. ആ സ്വഭാവമുള്ളവർക്ക് ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം അല്ലാഹു അവർക്ക് നൽകൂല സ്വഹാബാ. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അത് ഏത് ബന്ധത്തിലാണെങ്കിലും ആ സ്വഭാവം നിങ്ങൾ മാറ്റിയിരിക്കണമെന്നാണ് നബിയേ. ആ സ്വഭാവം ആർക്കാണ് വരുന്നത് നബിയേ? അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരിലാണ് നബിയേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്നിലാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിന്റെ മുന്നിലിരുന്നു കൊണ്ട് ആമീൻ പറയുന്ന 10,000 മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകർ ഉമ്മത്തിനോട് വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. ആ സ്വഭാവം നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂല്ല. ഒരിക്കലും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂല്ല. ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ പാപ്പമാരും ഉമ്മമാരും ഓരോ മക്കളും പഠിച്ചിരിക്കുന്ന ഹദീസാണ്. ഓരോ ഗുരുനാഥന്മാരും ഓരോ ശിഷ്യന്മാരും ഓരോ നേതാക്കന്മാരും മണികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, അത് ഇബ്ലീസിന്റെ ശൈത്താനിന്റെ സ്വഭാവമാണ്.